നിങ്ങൾക്ക് എന്നോട് ഒരു ദേഷ്യവും തോന്നരുത്. ഇതുപോലൊരു നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് കൊണ്ട് അരിയൊക്കെ വെള്ളമൊഴിച്ച് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നു. ഇതിലേക്ക് 2 സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ച് പട്ട, ഗ്രാമ്പു, ഏലക്കായ ഇട്ട് കൊടുക്കുന്നു. ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ഇട്ട് കൊടുക്കുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് ഉള്ളി, തക്കാളി, മല്ലിച്ചപ്പ് കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കണേ. ഇനി കുറച്ച് ഉപ്പ് കൂടി ഇട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 1.5 കപ്പ് വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം. ഇതിലേക്ക് നമ്മൾ കൈമാ റൈസാണ് എടുത്തിരിക്കുന്നത്. നമുക്കിനി അടച്ചു വെച്ച് ഒന്ന് വെള്ളം തിളക്കുന്നത് വെയിറ്റ് ചെയ്യണേ. ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിത് അരിയിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. സൂപ്പറായിട്ട് തന്നെ നമുക്ക് ഈ ചോറൊക്കെ കിട്ടിയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നമ്മളിത് നെയ്ച്ചോറ് ബീഫ് കറിൻ്റെ കൂടെ കഴിക്കാൻ പോകും. ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്ര തന്നെയുള്ളൂ. ഇഷ്ടപ്പെടുകയാണ് ലൈക്കും ഷെയറും ചെയ്യണേ.